കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതധികവും കണ്ണൂർ തലശ്ശേരി ഭാഗത്താണ് കാണാൻ സാധിക്കുക. തെക്കോട്ട് ഇത് അത്രയ്ക്ക് ഫേമസ് അല്ല, പക്ഷേങ്കിൽ കണ്ണൂരിലെ എല്ലാ ബേക്കറിയിലും ഇത് കാണാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പിൽ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കടലപ്പരിപ്പ് കൂടെ കുതിർത്ത് വെക്കണം. അത് നമുക്ക് കുതിർത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അധികം വേവിക്കാൻ പാടില്ല. അരി ഞാൻ കുതിർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരിയിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ഒഴിച്ചിട്ട് അരച്ചാൽ മതി. അധികമായി കഴിഞ്ഞാൽ ഇത് അരിയാൻ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അരി നല്ല പോലെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായാലൊന്നും പ്രശ്നമില്ല. ഞാൻ അരയ്ക്കുമ്പോൾ നല്ല കട്ടിയിൽ അരച്ചിട്ട് നല്ല പോലെ അരഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഇത് ഞാൻ വെള്ളം ഉരുക്കി വെച്ചതാണ്. ഇത് ഏകദേശം 1/2 കിലോ ഉണ്ട്. പക്ഷെ 1/2 കിലോ നമുക്ക് ഇതിന് ആവശ്യമില്ല. കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ പാകത്തിനുള്ള മധുരം അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ, അതിനനുസരിച്ചുള്ള മധുരം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെറുതായി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പശുനെയ്യിലോ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ടുണ്ടായാൽ നല്ലത് തന്നെ. നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത്. അപ്പോഴാണ് മാവെല്ലാം ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് കൂടെ ചേർത്തിട്ടൊന്ന് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ തനത് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ വെളിച്ചെണ്ണ നല്ലത് തന്നെ ആയിരിക്കണം. വെളിച്ചെണ്ണ നല്ലത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിടാം. ഈ കൂട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഒഴിച്ചത്. അത് ശരിക്കും നമുക്കത് ഉരുളിയെല്ലാം ഉണ്ടെങ്കിൽ അതിലായിരിക്കും നല്ലത്. അടികട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇത് കുറേ സമയം നമുക്ക് ഇതിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് വേണം ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് തുടർച്ചയായിട്ട് നമുക്ക് ഇത് ഒന്ന് കട്ടയാവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ കട്ടയാവാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് തന്നെ ചെയ്യണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇളക്കത്തോറും കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ കിടന്ന് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇത് നല്ല ബ്രൗൺ കളറുള്ള ശർക്കരയാണെങ്കിൽ ഇതിന് നല്ല കളറായിരിക്കും. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് അധികം കളറില്ലാത്ത ഒരു ശർക്കരയായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ വേവിച്ച് വെച്ച ഈ കടല ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും ഇത് ഇളക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മൾ ഇത് തിന്നാനെല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രയാസം നമുക്ക് അറിയില്ല. ഇത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണം. ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്നു. ഇത് ഏകദേശം ആവുന്നുണ്ട്. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അരക്കപ്പ് എടുത്തിട്ടില്ല, എങ്കിലും അരക്കപ്പിൻ്റെ അടുത്തോളം ഞാൻ എണ്ണ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഇത് ആയിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ പരുവം. അതുവരെ നമുക്കിത് ഒന്ന് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലിനി നമുക്കിനി കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഏകദേശം നമുക്ക് 1 മണിക്കൂറെല്ലാം വേണ്ടി വരും ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുള്ളിൽ നമുക്ക് ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അത് നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലാണ്ട് ഇതായ ഉടനെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറേ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം ഇനി ഇതിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാനൊരു കേക്ക് ടിന്നിലാണ് ഇട്ട് വെച്ചത്. അതിന് നമുക്കിത് തണിഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതിൽ 1/2 കിലോ തന്നെ വെല്ലം ഇട്ടോളൂ. എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് മധുരം കുറവുണ്ട്. ഞാൻ കുറച്ച് ശർക്കര മാറ്റി വെച്ചിരുന്നു. ശരിക്കും അതിന് 1/2 കിലോ തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 1/2 കിലോ തന്നെ, 1 കപ്പ് അരിക്ക് 1/2 കിലോ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 തേങ്ങയുടെ പാലും. അതാണ് ഇതിൻ്റെ കണക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.